മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മറിയം ഡിസൈൻസ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈദിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഷറാറയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഷറാറയുടെ പാൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്മോൾ ക്രോപ്പ് ടോപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 3.5 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റിങ്കിൾ റയോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോർജറ്റ്, ഷിഫോൺ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 3.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുടെ അളവിലേക്കാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് മെറ്റീരിയൽ എടുത്ത് കോളറൊക്കെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അപ്പം ടോട്ടൽ 21 ഇഞ്ചസാണ് കേട്ടോ. ഒരു 3.5 വയസ്സായ കുട്ടികൾക്കുള്ള നോർമൽ രീതിയിലുള്ള ഒരു മെഷർമെൻറ്റ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ അരവണ്ണം വരുന്നത് 20 ഇഞ്ചൊക്കെയാണ് കേട്ടോ. 19, 20, 21 അങ്ങനെയൊക്കെയാണ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 ഇഞ്ചോടെ കൂട്ടിയിട്ട് നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 20 ആണെങ്കിൽ 10 ഇഞ്ച് കൂട്ടി 30 നമുക്ക് കിട്ടും. അപ്പോൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ 4-1 നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അവിടെ 30ൻ്റെ 4-1 7.5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ അരഭാഗത്ത് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചല്ലേ 1.25 ഇഞ്ചൊക്കെ. ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. 1.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്, 1.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രോച്ച് ലെങ്ത്ത് 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ 1/2 ഇഞ്ചോടെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പുണ്ടല്ലോ അതോടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഏകദേശം ഒരു 9 ഇഞ്ചോളം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ക്രോച്ചിൻ്റെ അവിടെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കർവ് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ എടുത്തതിനേക്കാളും ഒരു 3 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. മുകളിൽ നമ്മൾ അത്യാവശ്യം ലൂസ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഭാഗത്തേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത്തിൽ നിന്ന് 3 ഇഞ്ചൊക്കെ ഒരു 2-3 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന് ലെങ്ത് എടുത്താൽ മതി കേട്ടോ. കുട്ടികളാകുമ്പോൾ നമുക്ക് ഡബിൾ ലെയർ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടത്തില്ല സീറ്റർക്കൊക്കെ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ സിംഗിൾ ലെയർ താഴെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൂടി അറിവായ കുട്ടികളാണെങ്കിൽ നമുക്ക് ഡബിൾ ലെയറായിട്ട് താഴേക്ക് വേണ്ടുന്ന ഇറക്കം 2ആയിട്ട് വീതം വെച്ചിട്ട് 2 ലെയറായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റ ലെയറാണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമുക്ക് ടോട്ടൽ 21 ഇഞ്ചാണല്ലോ വരുന്നത്. അപ്പം താഴത്തെ തയ്യൽ തുമ്പും മുകളിലത്തെ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന ലെങ്ത്തിൽ നിന്ന് ഈ 9.5 ഇഞ്ച് കഴിച്ചിട്ടുള്ള അളവാണ് താഴത്തേക്ക് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കാനായിട്ട് എടുക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ ടോട്ടൽ 21 അതിൽ നിന്ന് 9.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ 11.5 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണമല്ലോ. 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടണം. പിന്നെ അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പും എക്സ്ട്രാ വേണം. ഇപ്പോൾ ഞാൻ അളന്നത് കാലിൻ്റെ അടിഭാഗത്തെ അളവാണ്. അതൊരു 9 ഇഞ്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 3 ഇരട്ടിയൊക്കെ നമുക്ക്, അതായത് ഒരു ഹാഫ് പോർഷൻ 3 ഇരട്ടിയൊക്കെ നമുക്ക് പ്ലീറ്റഡ് എടുക്കാം കേട്ടോ. അപ്പോൾ 2ആയിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ 9 ആണെങ്കിൽ 18 ഇഞ്ച്, അതിൻ്റെ 3 ഇരട്ടി എടുക്കണം നമുക്ക്. അപ്പോൾ 9ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 4ആയിട്ട് തുണി മടക്കിയിടുമ്പം 27 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന് അങ്ങനെ തുണി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലീറ്റിട്ട് അതിൻ്റെ അടിയിലേക്ക് കൊടുക്കാനാണ്. അപ്പോൾ തുണി 4ആയിട്ട് മടക്കി എടുക്കുമ്പോൾ ഒരു 27 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിന് തുണി 4ആയിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്ലെയർ കിട്ടും. അതിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഫ്ലീറ്റിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് 11.5 ഇഞ്ചാണല്ലോ ആവശ്യമുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ ആഡ് ചെയ്യണം. താഴെ മടക്കിയിരിക്കാനുള്ള 1 ഇഞ്ചോടെ ആഡ് ചെയ്തിട്ട് നമുക്ക് തുണിയുടെ മെഷർമെൻറ്റ് നോക്കി കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 13 ഇഞ്ചാണ് കേട്ടോ അളവെടുത്തത്. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒരു ഹാഫാണ് ഞാൻ 27 പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫോടെ കൂടി 54 അങ്ങനെ എടുക്കാം. തുണി ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇവിടെ എനിക്ക് തുണി അത്യാവശ്യം ഉള്ളത് നല്ല വീതിയുള്ള തുണിയായിരുന്നു, 58 ഇഞ്ചൊക്കെ വീതിയുള്ള തുണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാൻ ഫ്ലെയർ ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ പാൻറ്റ് നന്നായിട്ട് ഫ്ലെയർ ഇട്ട് എടുക്കണതാണ് കേട്ടോ ഭംഗി തന്നെ. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം. അപ്പോൾ ഈ മെറ്റീരിയലാണ്ട് ഞാൻ ഇച്ചിരി വീതിയിലാണ് എടുക്കുന്നത്. ചെറുതായിട്ട് ചെറിയ പ്ലീറ്റ് 1/2 ഇഞ്ച് വീതിയിലൊക്കെ പ്ലീറ്റ് ഇട്ടെടുത്താലും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് മുകളിൽ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ പ്ലീറ്റ് ഇടാൻ എടുത്തേക്കുന്ന പീസ് എടുത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം.
നമുക്ക് 2 പീസിൻ്റെ സെൻറ്റർ അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു പകുതി ഭാഗം പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എത്ര പ്ലീറ്റ് വരും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 പീസും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സാവകാശം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് വീതിയുള്ള പ്ലീറ്റാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് മെറ്റീരിയൽ അധികം ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കാനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിഭാഗത്ത് എടുക്കുന്ന ആ വിഡ്ത്തിനേക്കാൾ ഒരു 3 ഇരട്ടി മെറ്റീരിയൽ എടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുത്താൽ മതിയാകും. അപ്പോൾ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ടോപ്പ് ഞാൻ ആദ്യം കാണിച്ചു തന്നായിരുന്നല്ലോ, അതിനകത്തൊരു സിൽവർ കളറിലുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സിൽവർ കളറിലുള്ളൊരു വീതി കുറഞ്ഞൊരു ലേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിൻ്റെ ടോപ്പ് എങ്ങനെയാണോ എടുക്കണത് അനുസരിച്ചിട്ടുള്ള ലേസുകൾ അറ്റാച്ചാക്കി കൊടുക്കുക കേട്ടോ. ചെറിയൊരു ലേസ് എടുത്ത് ഇതുപോലെ അറ്റാച്ചാക്കി കൊടുക്കുക. അപ്പോൾ 2 കാലും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഈ സീറ്റിൻ്റെ ഭാഗം ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ക്രോച്ച് ഏരിയ നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ 2 സൈഡും ഫസ്റ്റ് സൈഡും സെക്കൻഡ് സൈഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് വിടർത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ കാലുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. കാലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പം നമ്മൾ ഇലാസ്റ്റിക് വെച്ചിരിക്കുന്ന ആ പൊസിഷൻ തമ്മിൽ ഒപ്പം വരണം. ക്രോച്ചിൻ്റെ അവിടെയുള്ള ആ പൊസിഷനും ഒപ്പം വരണം. നമ്മളത് ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. അപ്പോൾ കാലുകൾ ജോയിൻ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും കയറി ഇറങ്ങിയിരിക്കരുത്. അപ്പോൾ ഇലാസ്റ്റിക് വെച്ചിരിക്കുന്ന ഒരു ഏരിയ വരുമ്പോൾ നമുക്കറിയാലോ, അത് തമ്മിൽ ഒപ്പം വരണം. പിന്നെ നമ്മുടെ ഈ അടിഭാഗം വരുമ്പം ഏത് പാൻറ്റ് തയ്ച്ചാലും ഇതുപോലെ 2-3 കെട്ടൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു കുറച്ച് ബലമായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാ ലെവലും ഒക്കെ നോക്കി 2 കാലുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അടിഭാഗം മടക്കിയടിച്ചെടുക്കുന്നത്. നമ്മൾ അടിഭാഗം മടക്കിയെടുക്കാൻ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത് അതിനനുസരിച്ച് മടക്കിയെടുക്കുക. ഞാനിവിടെ ടോട്ടൽ 1 ഇഞ്ചാണ് ഇട്ടിരുന്നത്. അപ്പം 1 ഇഞ്ചും അരയിഞ്ച് വീതം 2 ഫോൾഡിങ് കൊടുത്ത് മടക്കിയടിച്ച് എടുക്കുക കേട്ടോ. അപ്പം പതിച്ചടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇതുപോലെ ഒറ്റ അടിച്ച് ഇടലാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് മടക്കി കൊടുത്ത് ടോട്ടലായിട്ട് മടക്കി അടിച്ച് എടുക്കുക. ഇനി ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗം നമുക്കിതുപോലെ ആദ്യം അരയിഞ്ച് ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന അളവിലുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികൾക്കാകുമ്പം അരവണ്ണത്തേക്കാൾ ഒരുപാടൊന്നും കുറയ്ക്കേണ്ട, ഒരു 2 അല്ലെ 2.5 ഇഞ്ചൊക്കെ അളവ് കുറച്ചാൽ മതി. പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ വലിച്ചിനനുസരിച്ച് നോക്കിയാൽ മതി. എന്നാലും ഒരുപാട് അളവൊന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. 2-3 ഇഞ്ച് കൂടുതൽ അളവ് അരവണ്ണത്തേക്കാൾ കുറച്ച് എടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഇലാസ്റ്റിക് ഒരുപാട് ടൈറ്റായിട്ട് പോകാതെ അങ്ങനെയുള്ള മെഷർമെൻറ്റ് എടുക്കുക. ഇനി ഇലാസ്റ്റിക് നമ്മുടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ഇലാസ്റ്റിക് വലിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് നമ്മുടെ സ്റ്റിച്ചിങ് ഇത്രേ ഉള്ളൂ. ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ഒരു പാൻറ്റൊക്കെ തയ്ച്ച് ടോപ്പൊക്കെ തയ്ച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക. അതുപോലെ എൻ്റെ പുതിയ വീഡിയോക്കായിട്ട് കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.